ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെ എല്ലാവരും നല്ല ഉഷാറാണല്ലോ. എന്തായാലും ബ്യൂട്ടി പാർലർ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇപ്പോൾ അതിന് പേരൊക്കെ മാറ്റി ബ്യൂട്ടി സ്റ്റുഡിയോ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ബ്യൂട്ടി സ്റ്റുഡിയോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറൊക്കെ പോകാൻ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും മുഖ സൗന്ദര്യത്തിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചൂടൊക്കെ ആകുമ്പോൾ തന്നെ മുഖം ഒന്ന് സംരക്ഷിച്ചെടുക്കുക, ഒന്ന് ബ്ലീച്ച് ചെയ്തെടുക്കുക, ഒന്ന് ഫേഷ്യൽ ചെയ്തെടുക്കുക. സത്യമല്ലേ, പലരുടെ ആഗ്രഹമുണ്ട്. അതിന് സാധാരണയായിട്ട് പോകുന്ന പുരുഷന്മാർ സാധാരണ അങ്ങനെ പോകാറില്ല, എന്നാൽ പോകുന്നവരുമുണ്ട്. പക്ഷെ സ്ത്രീകളാണ് കൂടുതൽ പോകുന്നത്. പക്ഷേ ഇന്ന് പുരുഷന്മാർക്ക് കൊണ്ട് ബ്യൂട്ടി പാർലർ, എന്തായാലും അവരും ആ സൗന്ദര്യവർദ്ധക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ബ്യൂട്ടി പാർലറൊന്നും പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈസി ആയിട്ട് ബ്യൂട്ടി പാർലർ ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ടുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. എന്താണെങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ മുൾട്ടാനി മിൽട്ടി പൗഡറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് നമുക്ക് ലേഡീസ് സ്റ്റോറുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അതോടൊപ്പം തന്നെ ആയുർവേദ കടകളിൽ, ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ എവിടെ വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. കാരണം അത്രയ്ക്ക് ഉപകാരമുള്ള ഒരു നല്ല ഒരു ആയുർവേദ കൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ മുൾട്ടാനി മിൽട്ടി പൗഡർ. ഇത് നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഡാർക്ക്നെസ്സിനെ മാറ്റാൻ വേണ്ടി സഹായിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ വളരെയധികം ചൂട് കൂടുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൂര്യപ്രകാശം ഏറ്റിട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സൺടാനും മാറ്റാനും ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മുൾട്ടാനി മിൽട്ടി പൗഡർ ഒരു സ്പൂൺ എടുക്കാം. ഒരു സ്പൂൺ മുൾട്ടാനി മിൽട്ടി പൗഡർ. നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സാധാരണ മഞ്ഞൾ പൗഡറാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നമ്മളെ ഗുണം ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സാധാരണ ലൈം ഓർ ലെമൺ ആണ്. നമുക്ക് ഇത് ഒരു സ്പൂണോളം ലൈം ഓർ ലെമൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ലൈം ഓർ ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് നമ്മുടെ ഫേസിലെ ആഴ്ന്നിറങ്ങുകയും തുടർന്ന് ഡാർക്ക് സ്പോട്ടുകളെ മാറ്റാനും അതോടൊപ്പം തന്നെ ഡാർക്ക് സ്കിന്നിനെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒരു ക്യാപ്സൂൾ നമുക്ക് പൊട്ടിക്കാം. ഈ പൊട്ടിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഇടുന്ന വഴി നമ്മുടെ ഈ സ്കിന്നിന് ശരിക്ക് സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടി സഹായിക്കും. ഡ്രൈനെസ് എല്ലാം പോയി സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്നു ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അതോടൊപ്പം തന്നെ പുതിയ ഡെഡ് സെല്ല് മാറി പുതിയ സെല്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ കണ്ടന്റ് നമ്മളെ ഒരുപാട് സഹായിക്കും. ഏറ്റവും അവസാനം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മിൽക്കാണ്, നമ്മുടെ പാല്. ഇത് പച്ചപ്പാലാണെങ്കിലും അതല്ലെങ്കിൽ കാച്ചിയ പാലാണെങ്കിലും കുഴപ്പമില്ല. ഇത് ശരിക്കും ഒരു സ്പൂൺ തൽക്കാലം നമുക്കിപ്പോൾ ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് ശരിക്കും കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ശരിക്കും പേസ്റ്റ് പോലെ ആകാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഒരു അല്പം കൂടി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ രീതിയിൽ ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു അല്പം കൂടി ആവശ്യമുണ്ടെങ്കിൽ ഒരു അല്പം കൂടി പാല് മാത്രം ഒഴിച്ചു കൊടുക്കാം. മറ്റുള്ളതൊന്നും ഒഴിക്കാൻ പാടില്ല. പാൽ ഒഴിച്ച ശേഷം ശരിക്കും ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ശരിക്കും ഇതുപോലെ നല്ല പേസ്റ്റാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഒരു പേസ്റ്റ് പോലെ കിട്ടും. ഈ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ, നമ്മുടെ കയ്യിൽ, അതുപോലെയൊക്കെ കാലിൽ ഒക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സൂര്യപ്രകാശം ഏറ്റ് നമുക്ക് കളർ പോയിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഫേസിന് മാത്രമല്ല ശരിക്ക് നമ്മുടെ വേര് കൊണ്ട് കറക്കുവാണെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ കാലിൽ അപ്ലൈ ചെയ്യാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 100% നല്ല തരത്തിലുള്ള ഗ്യാരണ്ടിയാണ് ഇതിനുള്ള. കാരണം വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ നാരങ്ങാനീര് അതിൻ്റെ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ നമ്മൾ ആ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ശരിക്ക് കട്ടിയിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് താഴ്ന്ന് ഇറങ്ങി ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സിട്രിക് ആസിഡ് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഡ്രൈ ആകും, സ്വാഭാവികമായിട്ട് അല്പം ഡ്രൈ ആവും. ആ ഡ്രൈനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഡ്രൈ ആകുന്നതോടൊപ്പം തന്നെ അതിനെ മാറ്റാനായിട്ട് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടി വൈറ്റമിൻ ഇ ക്യാപ്സൂളും നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക.
അതിനുശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല, ബാക്കി നിങ്ങൾക്ക് കയ്യിലാണെങ്കിലും തേക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഈ പോർഷനിലൊക്കെ നമുക്ക് തേക്കാം. അതിനുശേഷം തേച്ച ശേഷം ഒന്ന് സാധാരണ ഈ കൈവച്ച് തന്നെ സാധാരണ ഇതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഈ നമ്മൾ ഇട്ടേക്കുന്ന എല്ലാ ഗുണങ്ങളും ആഗീകരണം ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മസാജിന് ശേഷം അരമണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 30 മിനിറ്റ് അതേപോലെ തന്നെ സൂക്ഷിക്കുക. 30 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഡി റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ സ്കിന്നിൽ ശരിക്കും ആ ഡാർക്ക്നെസ് ഒക്കെ മാറി നല്ല രീതിയിലുള്ള കളർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.